കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ 53-ാം വാർഷിക സമ്മേളനം 2016 മെയ് 27, 28, 29 തീയതികളിൽ കൊല്ലത്ത് വെച്ച് നടന്നു. കാലാവസ്ഥാ വ്യതിയാനവും ദുരന്ത നിവാരണവും എന്ന വിഷയത്തെക്കുറിച്ച് ശ്രീ ജി പത്മനാഭൻ നയിച്ച ഉദ്ഘാടന ക്ലാസിന്റെ പ്രസക്ത ഭാഗങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ് കേരളത്തിന് സംഭവിക്കുക, എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ഈ വിഷയങ്ങളെ പറ്റിയാണ് ഇന്ന് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ശ്രീ ജി പത്മനാഭൻ സംസാരിക്കാൻ പോകുന്നു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയുള്ള സഹായകമാകുന്ന ഒരു കാര്യം കൂടിയാണ്. ജി പത്മനാഭൻ തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ആണ് ആദ്യ പഠനം നടത്തിയത്. ഭൗമശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമുണ്ട്. അതിനുശേഷം അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, അഹമ്മദാബാദിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ ജോലിയെടുത്തിരുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 1992 അദ്ദേഹം UNDP-യിൽ ചേരുന്നത്. ഇന്ത്യയിലെ UNDP ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുനാമി റിക്കവറി ഫ്രെയിംവർക്കിൻ്റെ ചാർജ് ആയിരുന്ന ആളുകൂടെയാണ് ശ്രീ പത്മനാഭൻ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി സൊല്യൂഷൻ എക്സ്ചേഞ്ച് എന്ന ഒരു വലിയ നെറ്റ്വർക്കിൻ്റെ അതിലെ ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രസൻറ്റേഷൻ ഇവിടെ മലയാളി ആണെങ്കിലും ഏറെ നാൾ ഇവിടുന്ന് വിട്ടു നിന്നത് കൊണ്ട് ഉള്ള ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടെ ആയിരിക്കും ഇത് വരുന്നത് എന്നുള്ളത് കൂടെ സൂചിപ്പിക്കുന്നു. ശ്രീ പത്മനാഭനെ ഈ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാം ഈ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്നുള്ള വേർഡ് തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഡിസാസ്റ്റർ എന്നുള്ള വേർഡ് വളരെ തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പോകുന്നിടത്തെല്ലാം പറയും, ഈ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളതെങ്ങനെ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ, എർത്ത്ക്വേക്ക് ഇല്ലെന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ സൈക്ലോൺ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അതെനിക്ക് മലയാളത്തിൽ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇതൊക്കെ പറയുന്നത് ഹസാഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും ഒരു ഡിസാസ്റ്റർ ആവാനുള്ള ചാൻസ് ഉള്ള ഒരു ഫിനോമിനയാണ് ഈ സൈക്ലോണും എർത്ത്ക്വേക്കും എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ഒരു എർത്ത്ക്വേക്ക് വളരെ റിമോട്ട് ഒരു ഐലൻഡിൽ, അവിടെ ആൾ താമസമില്ലാത്ത സ്ഥലത്തുണ്ടായി കഴിഞ്ഞാൽ എത്ര വലിയ എർത്ത്ക്വേക്ക് ആണെങ്കിലും അതൊരു ഡിസാസ്റ്റർ അല്ല, അതൊരു ഹസാഡ് അവിടെ അടിച്ചു. അതുകൊണ്ട് പ്രത്യേകിച്ച് ദുരന്തമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അതൊരു ഡിസാസ്റ്ററായിട്ട് നമുക്കതിനെ വിളിക്കാൻ പറ്റില്ല. അതേസമയം അതൊരു ചെറിയ കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു എർത്ത്ക്വേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞു പോന്നു. അത് കഴിഞ്ഞ് ആൾക്കാർക്ക് ചിലർ മരിച്ചു, ചിലർക്ക് ബാക്കിയുള്ള കുറേ ഇഞ്ചുറീസ് ഉണ്ടായി. അതുപോലെ ബാക്കിയുള്ള നാശനഷ്ടങ്ങളുണ്ടായെങ്കിൽ അതൊരു ഡിസാസ്റ്ററാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാവുന്നതും വർത്തമാനം പറയുമ്പോൾ ഈ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിക്കരുത്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ, ഇന്ത്യ നമ്മൾ ഈ ലോകത്ത് വളരെ ഡിസാസ്റ്റർ പ്രോൺ കൺട്രി ആയിട്ട് ഇപ്പോൾ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2015 ഇന്ത്യ ഏഷ്യ റീജിയണലിൽ നമ്പർ 2 ആയിരുന്നു. ആദ്യം ചൈനയാണ്, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായ ഒരു രാജ്യം ഇന്ത്യയാണ്. അതായിട്ട് ഈ ഗ്ലോബൽ ലെവലിൽ UN പല ഡേറ്റയും കമ്പൈൽ ചെയ്തത് അത് തെളിവാക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് 35 ഈ സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറീസിലും ഉള്ളതിൽ ഏകദേശം 27 സ്ഥലത്ത്
ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സും അല്ലെങ്കിൽ ഹസാഡ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഈ ഡിസാസ്റ്റർ ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നതിൻ്റെ ആ എണ്ണം അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ കേട്ട് കാണും, ചെന്നൈയിൽ ഫ്ലഡ് ഉണ്ടായി, അതിനു മുമ്പ് ജമ്മു ആൻഡ് കാശ്മീരിൽ ശ്രീനഗറിൽ ഫ്ലഡ് ഉണ്ടായി, അതിനു മുമ്പ് ഉത്തരാഖണ്ഡിൽ ഫ്ലഡ് ഉണ്ടായി. ഇതൊക്കെ സാധാരണ നടക്കുന്നതിനെക്കാട്ടിലും വളരെ കൂടുതലായിട്ടുള്ളൊരു ഇതാണ്. മുമ്പ് ഇത്രയൊന്നും ഇല്ലായിരുന്നു. പിന്നെ വേറെ ചില പ്രത്യേകതകളുണ്ടാകുന്നത്, ഇപ്പോൾ ജയ്പൂർ എന്ന് പറയുന്ന സ്ഥലം സാധാരണ ഡ്രൈ ആയിട്ടുള്ള ഒരു സിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ 2-3 വർഷമായിട്ട് മിക്ക ഈ മഴക്കാലത്ത് വെള്ളം കെട്ടി ഇത് ചെയ്യും. 1-2 ദിവസം പലയിടത്തും വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഈ പല ഈ പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന രീതികളൊക്കെ മാറി വേറെ ചില രീതികൾ വരുന്നു. ഒന്ന് ഞങ്ങൾ പാറ്റേൺ എന്ന് പറയും. അതായത് ഈ മഴക്കാലത്ത് കിട്ടുന്ന മഴ അത് നമുക്കറിയാൻ പറ്റത്തില്ല അത്രയും മഴ ആ സമയത്ത് തന്നെ കിട്ടുമോ, അതോ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അത്രയും മഴ കിട്ടുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ചില ചേഞ്ചസ് ഉണ്ട്. പിന്നെ വേറെ രണ്ടാമത്തെ ചേഞ്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഈ മഴ അനുഭവിക്കാത്തതും വെള്ളപ്പൊക്കം അനുഭവിക്കാത്തതും സ്ഥലത്ത് പെട്ടെന്ന് ഇതുകൾ കണ്ടു തുടങ്ങി. അപ്പോൾ നമ്മൾ ഇത് കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം ഇത് തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് വളരെ അൺസർട്ടൻ ആയിട്ടുള്ള ഒരു എലിമെൻ്റാണ്. അതിനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യാനായിട്ട് നോക്കുന്നത്. ഈ UN ഒരു ഗ്ലോബൽ അസസ്മെൻറ്റ് റിപ്പോർട്ട് നടത്തും ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന്. എനിക്ക് തോന്നുന്നു എല്ലാ 2 കൊല്ലത്തിലൊരിക്കലും അവർ ലോകത്തെല്ലാ കൺട്രീസിലും സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട്, ഡിസാസ്റ്ററിനെ പറ്റി എന്തൊക്കെയാണ് ട്രെൻഡൊക്കെ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലോബൽ അസസ്മെൻറ്റ് റിപ്പോർട്ട് 2015 ഇത് ചെയ്തത്, അത് വെച്ച് ഇന്ത്യയിൽ ഒരു വർഷം $10 ബില്യൺ നാശനഷ്ടം വരുന്നത്. അത് ഈ വെറും മേജർ ഡിസാസ്റ്റർ മാത്രമല്ല, ഈ ആസാമിലെ ഫ്ലഡും ബീഹാറിൽ വരുന്ന ഫ്ലഡും അതും ഒക്കെ കൂടെ കണക്കാക്കുകയാണെങ്കിൽ ഒരു $10 ബില്യൺ എല്ലാ വർഷവും നമുക്ക് നാശനഷ്ടം ഉണ്ടാക്കുന്നത്. 10 വർഷത്തെ ഡേറ്റ അനലൈസ് ചെയ്തിട്ടുള്ള ഫൈൻഡിങ്സാണ്. പക്ഷേ അതിനകത്തുള്ളത് ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ $7 ബില്യൺ വെറും ഫ്ലഡ് വെള്ളപ്പൊക്കം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളപ്പൊക്കത്തിനെയാണ്. എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുന്നത്. പൊതുവെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരു 58% ഏരിയ എർത്ത് ക്വേക്ക് പ്രോണാണ്. ഈ എർത്ത് ക്വേക്കിനുള്ളത് ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും വരില്ല. ഞങ്ങളുടെ ഇതിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ റിട്ടേൺ പീരീഡ് എന്ന് പറയുന്നത് ഒരു 100 വർഷമാണ്. അപ്പോൾ നമ്മൾ മിക്കവാറും ഉള്ള ആൾക്കാരെ ഒരു എർത്ത് ക്വേക്ക് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട് പോയി പറയാം, നിങ്ങളുടെ വീട് എർത്ത് ക്വേക്ക് പ്രൂഫ് ആക്കണം, റെസിസ്റ്റൻ്റ് ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു റെസ്പോൺസ് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ സൈക്ലോണിൽ ഇപ്പോൾ ഒരു 5700 കിലോമീറ്റേഴ്സ് 5700 കിലോമീറ്റർ ത്തോളം കോസ്റ്റ് ലൈൻ ഇല്ല ഈ സൈഡ്. അത് മുഴുവൻ സൈക്ലോൺ അല്ലെങ്കിൽ സുനാമിക്ക് വേണ്ടി ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ അതും വേറൊരു ഇതാണ്. പിന്നെ 68% ലാൻഡ് കൾട്ടിവബിൾ ഏരിയ, അത് ഡ്രോട്ട് ഉണ്ടാവാനായിട്ട് ഇത് എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഓൺ ആൻ ആവറേജ് എടുക്കുകയാണെങ്കിൽ 68% ലാൻഡ് എടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും എന്തെങ്കിലും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു ഹസാർഡ് പ്രൊഫൈലാണ് നമുക്കുള്ളത്. ഇതിൽ നോക്കുമ്പോൾ എർത്ത് ക്വേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി സൈക്ലോൺ, ഫ്ലഡിങ്, ഈ ബാക്കിയുള്ള ഇതെല്ലാം ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് അഫക്റ്റഡ് ആവാൻ സാധ്യതയുള്ള ദുരിതങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി ഇത്രയും ഇത് വരുന്നത്. ഞാനും ആദ്യം വിശ്വസിച്ചില്ല ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന്. വേറെ പറയുന്നത് ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ക്ലൈമറ്റ് വേരിയബിലിറ്റി എന്ന് പറയും. അതായത് ഇപ്പോൾ ഡൽഹിയിൽ ഈ കൊല്ലം വേനൽ മഴ എത്ര സെൻറ്റിമീറ്റർ ആയിരുന്നു എന്ന് വെച്ചാൽ അത് ഇത്രയും തന്നെ അടുത്ത വർഷം വരത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഈ വളരെ ഇങ്ങനെ വേരി ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന അതുണ്ടാവുന്നു എന്നുള്ളത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ ഒരു സ്റ്റഡി മാത്രമേ ഉള്ളൂ. ഒരു ഇന്ത്യ മീറ്ററോളജി ഡിപ്പാർട്ട്മെൻറ്റ്, അവരുടെ ടെക്നിക്കൽ ഏജൻസീസ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, പിന്നെ ഈ
എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്ട്രി അതിൻ്റെ ഒരു എക്സ്പേർട്ട് ഗ്രൂപ്പ് നടത്തി ഒരു നല്ലൊരു ഇത് ഫോർകാസ്റ്റിംഗ് നടത്തി. അതിന് ഞങ്ങൾ 4x4 മെട്രിക്സ് എന്ന് പറയും. അതായത് 4 റീജിയൻ, ഹിമാലയൻ റീജിയൻ, നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, പിന്നെ കോസ്റ്റൽ ഏരിയ, അങ്ങനത്തെ 4 റീജിയൻ, 4 സെക്ടേഴ്സ്, വാട്ടർ, അഗ്രികൾച്ചർ, ഫിഷറീസ്, അങ്ങനത്തെ 4 സെക്ടറിൽ എന്തൊക്കെയാണ് ഉണ്ടാവാൻ സാധ്യത ഒരു 2030 വരെ എന്തൊക്കെയാണ് വ്യത്യാസം. അതാണ് ഒരു സ്റ്റഡി, നല്ലതൊരു ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി ഉള്ളത്. അല്ലാണ്ട് അതിപ്പം ഓരോ സ്റ്റേറ്റ് വൈസ് ഇങ്ങനത്തെ ഒരു സ്റ്റഡി ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. ഇതിനകത്തുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ ഇതിന് മുമ്പ് പഴയതായിട്ട് നടന്നിരുന്ന ഡേറ്റ വെച്ച് അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും, ഇങ്ങനെ വരാൻ പറ്റുന്നു. പക്ഷേ ഈ 5-6 വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യാനുള്ളൊരു ടെക്നോളജി ഇപ്പം നമ്മുടെ കയ്യിലില്ല. എന്നാലും ഒരു 2030 ഉള്ള ഇതാണ് നടക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മഴ എന്ന് പറയുന്ന മഴയിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ നേരെ വിൽ ബി സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ പ്രസിപ്പിറ്റേഷൻ, അതുണ്ടാവാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതൊരു അബ്സല്യൂട്ട് നമ്പറായിട്ട് പറയാണ്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ എപ്പോൾ വരുന്നു എന്നുള്ളതിലാണ് വ്യത്യാസം. അപ്പോൾ ആ പീക്സ് ഇങ്ങനെ വളരെ കൂടാനായിട്ട് സാധ്യതയുണ്ടെന്ന് അത് ഈ സ്റ്റഡി പറയുന്നത് അങ്ങനെയാണ്. വേറൊരെണ്ണം ഗ്ലോബലി ഈ ഗ്ലോബൽ വാർമിംഗ് അതിൻ്റെ കാരണം ഈ ഓഷ്യൻ ലെവൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കടലിലെ വെള്ളത്തിൻ്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇനിയും കൂടാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറേ കുഴപ്പങ്ങൾ വരും. ഇപ്പോൾ ഈ 2 ദിവസം 3 ദിവസം ഞങ്ങൾക്ക് നല്ല മഴ കിട്ടിയപ്പോൾ തന്നെ പല കോസ്റ്റൽ റീജിയനിലും കോസ്റ്റൽ ഇറോഷൻ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും കൂടാനാണ് സാധ്യത. ഇങ്ങനത്തെ ഇത് ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് സീ ലെവൽ കുറച്ച് കൂടി കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത്. ഒരു സ്റ്റഡി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മില്ലിമീറ്റർ ഇൻക്രീസ് ഇതിൽ പിന്നെ കടലിൻ്റെ വെള്ളത്തിൻ്റെ ലെവലിൽ 1 മില്ലിമീറ്റർ ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ പല കോസ്റ്റൽ ലോ ലൈയിങ് ഏരിയസിലും ഏകദേശം 100 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ഇത് വെള്ളത്തിൻ്റെ അടിയിലാവും. അപ്പോൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു രീതി ഇവിടെ വന്നു കഴിഞ്ഞാൽ 100 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പോലുള്ളൊരു സ്റ്റേറ്റിലാണെങ്കിൽ വളരെയധികം സ്ഥലം വെള്ളത്തിൻ്റെ താഴെയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് ഈ കുട്ടനാട്ടിലെ അരികൃഷി, അപ്പോൾ ഈ വയലുകൾ, ബാക്കി ഈ ബാക്ക് വാട്ടേഴ്സ്, അവിടെയൊക്കെ വളരെ അധികം എഫക്റ്റ് വെള്ളത്തിൻ്റെ അടിയിലാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സലിനിറ്റി ഇൻക്രീസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ വെള്ളം പൊങ്ങുമ്പം അകത്തേക്ക് വെള്ളം വരുമ്പോൾ അത് സലിനിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ആ സമയത്തുള്ള വെള്ളപ്പൊക്കം മാത്രമല്ല, ആ ഉപ്പിൻ്റെ അംശം കൂടിയിരിക്കുന്നതുകൊണ്ട് അതിന് ഇങ്ങനെ ഒരു ലോങ് ടേം എഫക്റ്റായിട്ട് ബാക്കിയുള്ള ക്രോപ്സിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി പ്രത്യേകിച്ച് കേരളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഇന്ത്യ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് പഴയ ഒരു 70 കൊല്ലത്തെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് അവർ അനലൈസ് ചെയ്തതിൽ അതിലും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിൻ്റെ ഓവറോൾ റെയിൻഫോൾ നോക്കുകയാണെങ്കിൽ കുറയുന്നുണ്ട്. ചില വർഷം അത് കൂടും, അത് ശരി. പക്ഷേ അല്ലെങ്കിൽ ആനുവൽ ആവറേജ് നോക്കുകയാണെങ്കിൽ 10-70 വർഷത്തേക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെയിൻഫോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ എക്സ്ട്രീം റെയിൻഫോൾ ഇങ്ങനെ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എക്സ്ട്രീം റെയിൻഫോളിൻ്റെ വരുന്ന അസോസിയേറ്റഡ് പ്രോബ്ലംസ് ഇങ്ങനെ വരും. ഇതിൻ്റെ എഫക്റ്റ് ക്രോപ്സിലല്ല, വെജിറ്റബിൾസിൽ മാത്രമല്ല, ഫ്രൂട്ട്സിൽ വരും. പിന്നെ പല ക്യാഷ് ക്രോപ്പിനെയും വളരെ ഇതായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അതുകൂടാണ്ട് ബാക്കി ഈ മറൈൻ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിലും അതും എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിലൊരു ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് 80 വരെ 1980 വരെ കേരളത്തിലായിരുന്നു ഈ സാർഡിൻ പ്രൊഡക്ഷൻ മുഴുവൻ. ഇന്ത്യയുടെ പ്രൊഡക്ഷൻ മുഴുവൻ കേരളത്തിലായിരുന്നു. ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചും ഈ ടെമ്പറേച്ചർ ഡിഫറൻസും കാരണം നോർത്തിലേക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 15% സാഡിൻ പ്രൊഡക്ഷൻ വരുന്നത് കേരളത്തിൽ നിന്നല്ല, പുറത്തു നിന്നാണ് വരുന്നത്. 85% വരുന്നുള്ളൂ. 100% 85% ആയി. അപ്പോൾ ഈ വാർമിംഗ്, ഈ കോസ്റ്റൽ എസ്പെഷ്യലി ഇൻ ദ സീ റീജിയൻ, ഇഫ് ദർ ഇസ് വാർമിംഗ്, ഈ കൂടുതൽ സ്ഥലം, അതായത് മഹാരാഷ്ട്ര, ഗുജറാത്തും ഇവരൊക്കെ കൂടുതൽ സാഡിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം കേരളത്തിലെ പ്രൊഡക്ഷൻ കുറയാനായിട്ടും ഒരു സാധ്യതയുണ്ട്. ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ കേരളത്തിലെ തെങ്ങിൻ്റെ ഉൽപ്പാദനം കൂടാനായിട്ട് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ വേറൊരു എഫക്റ്റ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ വരാൻ പോകുന്നത് ഈ മോസ്കിറ്റോസ്, ഈ കൊതുകുകൾ കൂടും. ഈ കൊതുകുകൾ വളരെ സെൻസിറ്റീവാണ് ടെമ്പറേച്ചർ ഇതുമായിട്ട്. പ്രത്യേകിച്ച് ഈ ഡിസീസ് ബോൺ ഇതായിട്ടുള്ള വെക്റ്റേഴ്സായിട്ടുള്ള ഇതില്ല ഈ കൊതുകുകൾ, അതിൻ്റെ ഇത് കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല, നമുക്കൊക്കെ പണ്ടൊന്നും നമ്മളാരും ഡെങ്കുവിനെ പറ്റി കേട്ടിട്ടില്ല, ചിക്കൻ ഗുനിയെ പറ്റി കേട്ടിട്ടില്ല. മലേറിയ ഇപ്പോൾ ഇൻസിഡൻസ് നോക്കുകയാണെങ്കിൽ WHO പറയുന്നത് കേരളത്തിൽ ഇൻസിഡൻസ് ഓഫ് മലേറിയ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. ഇത് ഇനിയും കൂടാനായിട്ട് സാധ്യതയുണ്ട് ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ ഇത് വരികയാണെങ്കിൽ, എഫക്റ്റ് വരികയാണെങ്കിൽ. അപ്പോൾ ഈ നമുക്കൊരു ഹസാഡ് എർത്ത് ക്വേക്ക് ഉണ്ടായി, അത് കഴിഞ്ഞാലും നമുക്ക് ഫിസിക്കൽ വൾണറബിലിറ്റി ഉണ്ട്, എൻവയോൺമെൻറ്റൽ വൾണറബിലിറ്റി ഉണ്ട്, സോഷ്യൽ വൾണറബിലിറ്റി ഉണ്ട്, എക്കണോമിക് വൾണറബിലിറ്റി ഉണ്ട്. ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ഡിസാസ്റ്റർ റിസ്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഡിസ്ട്രിക്ട് ലെവൽ ആക്ടിവിറ്റീസിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടറോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പല ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റാഫില്ലേ, അവർക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ ചുമ്മാ പറയാൻ നമുക്ക് നിങ്ങൾ അർബൻ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഉണ്ടാക്കണം. പക്ഷേ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്താണ് അർബൻ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഇതൊന്നും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് അവരുടെ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു എഫേർട്ട് നമ്മുടെ ഇന്ത്യയിൽ വളരെ കുറവാണ്. ഓക്കെ, നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇത് പ്രത്യേകിച്ച് KSP പോലൊരു ഓർഗനൈസേഷന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാം കൃത്യമായിട്ടൊരു റോഡ് മാപ്പ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ ഞാനത് ഇത് ചെയ്ത് വേറെ സെപ്പറേറ്റ്ലി വി ക്യാൻ ഡിസ്കസ് ദാറ്റ് ആൻഡ് ദെൻ ഐ വിൽ ഹെൽപ്പ് യു ടു ഡു ദാറ്റ്. പക്ഷേ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കിപ്പോൾ ഞാൻ കേട്ടു ഒരു 35,000 വോളണ്ടിയേഴ്സ് ഉണ്ട്, മിക്കവാറും എല്ലാ ജില്ലയിലും നിങ്ങളുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അതിനകത്ത് വേറെ എനിക്ക് ഇന്നലെ ഏറ്റവും കൂടുതൽ ഇതായിട്ട് ഇമ്പ്രസീവായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ വോളണ്ടിയേഴ്സ് വെറുതെ വല്ല യൂത്ത് വോളണ്ടിയേഴ്സ് അല്ല, നിങ്ങളൊക്കെ വളരെ എക്സ്പേർട്സാണ്. ഇപ്പം നിങ്ങളുടെ പല ഡൊമൈനിൽ എക്സ്പേർട്സാണ്, ചില റിട്ടയർഡ് ആൾക്കാരാണ്, വളരെ അധികം ഇത് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒരുപാട് എഴുതുന്ന ആൾക്കാരാണ്, നിങ്ങളൊക്കെ ഒരുപാട് വായിക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു വോളണ്ടിയർ ഫോഴ്സ് കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. എനിക്കറിഞ്ഞൂടെ ഇന്ത്യയിൽ അങ്ങനെ വേറൊരു ഫോഴ്സ് ഉള്ളതായിട്ട് അറിയത്തില്ല. എനിക്ക് NYKസിനെ പറ്റി അറിയാം, NSSനെ പറ്റി അറിയാം, അവരൊക്കെ നല്ലോണം അറിയാവുന്നതാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു നോളജ് എന്താ പറയുന്ന സോഴ്സ് അവിടെ ആ 2 ഓർഗനൈസേഷനിലും കിട്ടില്ല. അവിടെ കൂടുതൽ എനർജി കാണും, അതൊക്കെ വേറെ കാര്യം, പക്ഷേ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടില്ല. അത് നിങ്ങളുടെ സ്പെസിഫിക് ഒരു USP എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജാണ് ഇതുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലാണേലും കുട്ടികളായിട്ടാണേലും, അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിനെ ആയിട്ടാണേലും, അവരെങ്ങനെ അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സർക്കിൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്, ബാക്കിയുള്ളവരെ പോലെയല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമ്പോൾ ഡിസാസ്റ്റർ റിസ്കിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കണം. അതായത് പറയുന്നത് ഈ സൈക്ലോണും എർത്ത് ക്വേക്കും ഇതൊന്നും ആൾക്കാരെ കൊല്ലണമെന്നും ഇല്ലെന്നെങ്കിൽ നിങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരണമെന്നും കാര്യമില്ല. അതേസമയം ചില കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുന്നത് ഞങ്ങളെപ്പോഴും കോട്ട് ചെയ്യുന്നതാണ്, ഗ്ലോബലി കോട്ട് ചെയ്യുന്ന ഒരിതാണ്. ഒറീസയിൽ 1999 ഒരു സൂപ്പർ സൈക്ലോൺ വന്നു. 250 കിലോമീറ്റേഴ്സ് സ്പീഡിലാണ് കാറ്റടിച്ചത്. അതിനകത്ത് 10,000 ആൾക്കാർ മരിച്ചു. ഇപ്പം 2013 സെപ്റ്റംബറിൽ ഒരു സൈക്ലോൺ അവിടെ അടിച്ചു. 250 കിലോമീറ്റർ സ്പീഡിൽ അതടിച്ചു. 20 പേര് മരിച്ചു. സെയിം ഇൻറ്റൻസിറ്റിയാണ്, സെയിം സ്ഥലത്താണ് അടിച്ചത്. കുറച്ച് വ്യത്യാസമുണ്ട്, 100 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. ഇത് ചെയ്തു. എന്തുകൊണ്ടാണ് പറ്റിയത്? ഒന്ന്, നിങ്ങൾക്ക് ആൾക്കാരെ മുന്നറിയിപ്പ് നൽകാൻ പറ്റി, അതിനുള്ള വ്യവസ്ഥകളുണ്ടായിരുന്നു. IMDയുടെ കയ്യിൽ ടെക്നോളജി ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്, കപ്പാസിറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെ മുന്നറിയിപ്പ് നടത്തി അവരെ ലോ ലൈങ് ഏരിയ എന്ന് അവരെ മാറ്റി സൈക്ലോൺ ഷെൽട്ടറിൽ അവിടെ താമസിപ്പിച്ചു. അത് ആൾക്കാരെല്ലാം നല്ലോണം പ്രിപ്പയർഡായിരുന്നു കമ്മ്യൂണിറ്റി ലെവലിൽ. അതുകൊണ്ട് ഇതെല്ലാം എളുപ്പമായിട്ട് നടക്കാൻ പറ്റി. അതുകൊണ്ട് നമ്മൾ ഏകദേശം 10,000 ജീവിതം സേവ് ചെയ്തു. ഇതൊരു മേജർ ഇതായിട്ട് നടത്തി ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഒറീസ ഗവൺമെൻറ്റിൻ്റെ ഈ അച്ചീവ്മെൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ എക്കണോമിക് ലോസ് നമുക്ക് തടയാൻ പറ്റിയിട്ടില്ല. ക്രോപ്സ് ഇപ്പോഴും പോയി. അതുപോലെ ബാക്കി ചില പവർ ലൈൻസ് മുഴുവൻ വീണു. അപ്പോൾ പറയും അതിനെന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും കാറ്റ് വന്നു കഴിഞ്ഞാൽ പവർ ലൈൻസ് എന്താണെങ്കിലും ഇത് മുഴുവൻ പോൾസ് എല്ലാം വീഴും. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നു? അതേസമയം ഞാൻ ഒറീസയിൽ ഇത് കഴിഞ്ഞിട്ട് പോയിരുന്നു. ഈ ഫൈലിൻ എന്ന് പറഞ്ഞ സൈക്ലോൺ കഴിഞ്ഞിട്ട് പോയി നോക്കി. ഈ
ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ പാരലായിട്ട് ഒരു റെയിൽവേ ലൈനുണ്ട്. റെയിൽവേ ലൈനിൻ്റെ ഇലക്ട്രിക് പോൾസ് ഉണ്ട്. അതൊരെണ്ണം താഴെ വീണിട്ടില്ല, ഇത് മുഴുവൻ താഴെ പോയി. എന്തുകൊണ്ടാണ്? അവർ വേറൊരു ടെക്നോളജി ഉപയോഗിച്ചു, കുറച്ചുകൂടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ഈ ഇത്രയും റീബിൽഡ് ചെയ്യുന്ന ഇത് മുഴുവൻ അവർ സേവ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഇത് പറ്റും, പക്ഷെ നമ്മൾ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് പോൾസ് എന്തിനാണ് വേണ്ടത്? മുകളിൽ കൂടെ ഇടുന്നതിന് പകരം അണ്ടർഗ്രൗണ്ട് കേബിൾസ് ഇടാനായിട്ട്. അതാണ് ഇപ്പോൾ ഒറീസ ഗവൺമെൻറ് റീകൺസ്ട്രക്ഷനിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി നിങ്ങളുടെ ഗ്രൂപ്പിലും നിങ്ങളുടെ നെറ്റ്വർക്കിലും കൂടെ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഞാനൊരു വീട് വയ്ക്കുകയാണെങ്കിൽ വീട്ടിനകത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? എർത്ത് വന്നാൽ അത് വീഴാൻ പാടില്ല. കേരളത്തിൽ വലിയ കുഴപ്പമില്ലായിരിക്കും ഇതിൽ, പക്ഷേ ഫ്ലഡ് വന്നാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അതിനെ അവോയ്ഡ് ചെയ്യാവുന്ന ടെക്നോളജീസ് എന്താണ്, ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ ഗവൺമെൻറ്റിൽ അഗെയിൻ നിങ്ങളെല്ലാം വളരെ ഇൻഫ്ലുവൻഷ്യൽ പൊസിഷനിലിരുന്ന ആൾക്കാരാണ്. ഗവൺമെൻറ്റിൽ ഇപ്പോഴും നിങ്ങൾക്ക് ലോബി ചെയ്യാൻ പറ്റും, ഒരു ഇൻട്രസ്റ്റ് വരുത്താൻ പറ്റും. ഇത് ഗവൺമെൻറ് പൊളിറ്റിക്കൽ ലെവലിലാണെങ്കിലും ബ്യൂറോക്രാറ്റിക് ലെവലിലാണെങ്കിലും കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എല്ലാ ഡെവലപ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റിയുടെയും പാർട്ടായിട്ട് കണക്കാക്കുന്നതിന് വേണ്ടിയുള്ള പോളിസീസും ഗൈഡ് ലൈൻസും ഇഷ്യൂ ചെയ്യാൻ പറയും. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നോട്ടിഫിക്കേഷനുണ്ട്. ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഇല്ല, ഈ JNNURM, NULM, ഇന്ദിരാ ആവാസ് യോജന, അതിൻ്റെ എല്ലാത്തിൻ്റെയും 10% അലൊക്കേഷൻ നിങ്ങൾക്ക് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കാം. അപ് ടു 10% ഉപയോഗിക്കാമെന്ന് പറഞ്ഞു ഒരിതുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പല സ്റ്റേറ്റിലും പോയി ചോദിച്ചു, ഇങ്ങനൊരു പ്രൊവിഷൻ ഭാരത സർക്കാർ തന്നിട്ടുണ്ട്, നിങ്ങൾ എന്താ അത് ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഒന്നുമില്ല, ഇങ്ങനെ ചുമ്മാതെ 10% ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങൾ MH മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിനെ ഹെൽപ്പ് ചെയ്യാണ് ഗൈഡ് ലൈൻസ് കൊണ്ടുവരാനായിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ റിസോഴ്സസ് ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് റിസോഴ്സസ് ഉണ്ട് ഇന്ത്യയിൽ. എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ റിസോഴ്സസിൻ്റെ ഒരു കുഴപ്പമുണ്ടെന്ന്. പക്ഷേ അത് ഉപയോഗിക്കാനുള്ള ഗൈഡ് ലൈൻസും എന്തൊക്കെയാണെന്നുള്ള രീതികളും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ്റിനെ പറ്റും. പിന്നെ സിറ്റി അതോറിറ്റീസ്, ഡിസ്ട്രിക്റ്റ് അതോറിറ്റീസ് ആൻഡ് സ്റ്റേറ്റ്, അവിടെ ഈ നടക്കുന്ന ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റികളിൽ ഈ ഡിസാസ്റ്ററിനെ പറ്റി ഒരു അവയർനെസ് വരുത്തി അവർക്കത് കൺസിഡർ ചെയ്യാൻ പറയണം. ടിപ്പിക്കൽ എക്സാമ്പിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ എയർപോർട്ട് 5 ദിവസം വർക്ക് ചെയ്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിനകത്ത് മുഴുവൻ വെള്ളമായിരുന്നു. പ്ലെയിൻസ് ഫ്ലോട്ട് ചെയ്യായിരുന്നു വെള്ളത്തിൽ ഇങ്ങനെ കിടന്നു. അപ്പോൾ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി ഒരു സ്റ്റഡി നടത്തി എന്താ പറ്റിയതെന്നൊന്ന് പറയാനായിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞു. അവിടെ പറ്റിയിരിക്കുന്ന കാര്യം നല്ല രസമാണ് കേൾക്കാൻ. ഈ എയർപോർട്ടിൻ്റെ ഇതില്ല, ഈ ടെർമാക്ക്, അത് റൺവേ അടയാർ റിവറിൻ്റെ മുകളിൽ കൂടെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴെ അടയാർ റിവർ, അതിൻ്റെ മുകളിൽ കൂടെയാണ് റൺവേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിനീയേഴ്സ് ചെയ്തത് ഒരു 400 പില്ലർ ഇട്ടു. അപ്പോൾ ഈ റൺവേ നല്ല സ്റ്റേബിളായിട്ട് നിൽക്കാനായിട്ട് ഒരു 400 പില്ലർ ഇട്ടു. അതിൻ്റെ മുകളിലാണ് ഇത് നിൽക്കുന്നത്, അടയാറുണ്ട്. പക്ഷേ ഈ നമ്മൾ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒന്നും ശരിക്കും ചെയ്യത്തില്ല. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങൾ, ബാക്കി ഈ മരത്തടികൾ, ഇതൊക്കെ വെള്ളത്തിൽ ഒലിച്ച് വന്ന് ഇത് മുഴുവൻ ബ്ലോക്ക് ചെയ്തു. അപ്പോഴത്തേക്കും വെള്ളം അവിടുന്ന് കയറി എയർപോർട്ട് റൺവേയിലേക്ക് വന്നു. അവിടെ ഒരു ഇതിൻ്റെ ബൗണ്ടറി വാൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ബ്രീച്ച് ചെയ്തിട്ട് അത് പൊട്ടിയിട്ട് അതിൽ കൂടെ വെള്ളം മുഴുവൻ റൺവേയിൽ വന്നു. എല്ലാ ജനറേറ്റർ സെറ്ററും വെച്ചിരിക്കുന്നത് ബേസ്മെൻറ്റിലായിരുന്നു. അതാദ്യം വെള്ളത്തിനടിയിലായി. IT എക്വിപ്മെൻറ്റ് മുഴുവൻ ബേസ്മെൻറ്റിലായിരുന്നു. അത് മുഴുവൻ കേടായിപ്പോയി. അപ്പോൾ എയർപോർട്ട് 5 ദിവസത്തേക്ക് ഫങ്ഷൻ ചെയ്യാനേ പറ്റിയില്ല. ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്കൊരു പ്രിപ്പയർഡ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കാമായിരുന്നു. അവർ 4 ദിവസം കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത് ആർക്കോണത്തൊരു എയർഫോഴ്സിൻ്റെ ആർമിയുടെ ഒരു എയർബേസ് ഉണ്ട്, അതൊരു ചെറിയ പ്ലെയിൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടും ഇത് തുറക്കാമെന്നുള്ളത് മനസ്സിലാക്കിയത് അപ്പോഴാണ്. 4 ദിവസം കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് ആൾക്കാരെ ലിഫ്റ്റ് ചെയ്ത് ചെറിയ പ്ലെയിൻസ് പോയി തുടങ്ങി. അതേസമയം നേരത്തെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെള്ളം കയറി ജനറേറ്റർ ഫങ്ഷൻ ചെയ്യുന്നില്ല, IT എക്വിപ്മെൻറ്റ് ഫങ്ഷൻ ചെയ്യുന്നില്ല, പക്ഷേ ഒന്നുമില്ലെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ആർക്കോണത്തെ എയർപോർട്ട് ഓപ്പറേഷനിലാക്കാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിഫറൻസ് വരുത്താമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇതുവരെ ചെയ്തു തുടങ്ങിയിട്ടില്ല. ഇതാണ് ചില പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം എനിക്ക് പറയാൻ പറ്റില്ല, ഇവിടെ സമയമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ സെപ്പറേറ്റ്ലി ഞാനൊരു ഇത് തയ്യാറാക്കി ഒരു ബ്ലൂ പ്രിൻ്റ് പോലെ അയക്കാം.
അതിന് കുറച്ച് ഗൈഡൻസ് കൊടുക്കാം, എവിടെ റിസോഴ്സ് കിട്ടും എങ്ങനെയുള്ളതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ നേരത്തെ ഇവിടെ കേരളത്തിൽ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് KSPയെ പറ്റി അറിഞ്ഞുകൂടായിരുന്നു. ഇല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ തോന്നുകയാണ്, എനിക്ക് അന്ന് അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു നിങ്ങളുടെ റിസോഴ്സസ്. ഇത്രയും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ 3 ദിവസത്തെ ഇതിൽ നിങ്ങൾ ഒരു വർക്ക് പ്ലാൻ പോലെ ഒരു റോഡ് മാപ്പ് പോലെ ഉണ്ടാക്കുന്നു കേട്ടു. ഇതിനു വേണ്ടി എല്ലാ ഇതും സക്സസ്സും ഇത് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ വിനീതമായി നിർത്തുന്നു. താങ്ക്സ്.